നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ SSCയുടെ MDSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള എക്സാമാണ്. എല്ലാവരും ഒരു ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു എക്സാമാണ് MDS എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നമ്മൾ പഠനമൊക്കെ തുടങ്ങേണ്ട സമയമായി. അപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി നമ്മൾ യൂട്യൂബ് ചാനൽ വഴി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റീസണിങ്ങിൻ്റെ ഇപ്പോൾ നമ്മൾ അതിൻ്റെ തുടക്കത്തിൽ റീസണിങ്ങിൻ്റെ MDSൻ്റെ റീസണിങ് അതിൻ്റെ സിലബസ് എന്താണ്, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ആ MDSൻ്റെ സിലബസും അതോടൊപ്പം ആ റീസണിങ്ങിന് എങ്ങനെ ഫുൾ മാർക്ക് വാങ്ങിക്കുക, അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്കറിയാം, ദ റൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷൻ ആർ ബിറ്റർ ബട്ട് ദ ഫ്രൂട്ട് ഈസ് സ്വീറ്റ്. ഓക്കെ, നമ്മുടെ ആ പഠനത്തിൻ്റെ വേരുകൾ ചിലപ്പോൾ കയ്പുള്ളതായിരിക്കും, പക്ഷേ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട് എന്താണ്? മധുരമുള്ളതാണ്. അതായത് നമ്മളിപ്പം പഠിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന എഫർട്ട് നമുക്ക് ഭയങ്കര കയ്പുള്ളതായിട്ട് തോന്നാം. ഓക്കെ, പക്ഷേ നമുക്ക് ആ പഠനത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ആ ഒരു വിജയം ഉണ്ടല്ലോ, അത് നമ്മൾ ഒത്തിരി മധുരമുള്ളൊരു വിജയമായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, അപ്പം MDSനെ പറ്റി പറയുകയാണെങ്കിൽ MDSൻ്റെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് 2 സെഷനായിട്ടാണ്. MDSന് ഒറ്റ എക്സാമേ ഉള്ളൂ, അത് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. ഒറ്റ എക്സാമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്ക് മാത്സിനും റീസണിങ്ങിനുമായിട്ട് 40 ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നമുക്ക് കിട്ടുന്നത്. 45 മിനിറ്റ്സ് ആണ്. ഓക്കെ, മാത്സിനും റീസണിങ്ങിനോട് മിക്സ് ആയിട്ടാണ് ടൈം, സെക്ഷണൽ ടൈം അല്ല, രണ്ടിനും കൂടെ 45 മിനിറ്റ്സ് ആണ്. ദെൻ സെഷൻ 2ൽ GK ഇംഗ്ലീഷാണ്. അപ്പം നിങ്ങൾക്കറിയാം, GKയുടെ ഇംഗ്ലീഷിന് അതായത് സെഷൻ 2ൽ നമുക്ക് 150ൽ കിട്ടുന്ന മാർക്കാണ് നമ്മളെ റാങ്കിന് പരിഗണിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് ഈ 120 മാർക്കിൽ കിട്ടുന്നത് നമ്മുടെ എന്താണ്, ക്വാളിഫയിങ് ആയാൽ മതി. പക്ഷേ ചില കേസിൽ നിങ്ങളവിടെ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഈ 150 മാർക്കിൽ ആർക്കെങ്കിലുമൊക്കെ ടൈ വന്നാൽ, ഇപ്പോൾ 2 പേർക്ക് ഒരേപോലെ മാർക്ക് വരികയാണെങ്കിൽ, ഓക്കെ, ഈ 150 മാർക്കിൻ്റെ ബേസിലാണ് റാങ്ക് എടുക്കുന്നത്. പക്ഷേ അവിടെ ഒരേപോലെ 2 പേർക്ക് ഒരേപോലെ മാർക്ക് വന്നാൽ അവിടെ ടൈ ബ്രേക്കിനായിട്ട് ഒന്നാമത് പരിഗണിക്കുന്നത് എന്താ? GKയുടെ മാർഗം. ഇനി GKയുടെ മാർഗം സെയിം ആണെങ്കിൽ അവിടെ രണ്ടാമത് പരിഗണിക്കുന്ന കാര്യം നമുക്ക് ഈ സെഷൻ 1ൽ കിട്ടുന്ന മാർക്കാണ്. മനസ്സിലായോ? സെഷൻ 1ൽ കിട്ടുന്ന മാർക്കാണ്. അപ്പോൾ ഈ സെഷൻ 1ൽ നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അവിടെ നമുക്ക് മാക്സിമം എത്ര മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രയും തന്നെ നമ്മൾ വാങ്ങിക്കണം. അവിടെ നെഗറ്റീവ് ഇല്ല. അപ്പോൾ നമ്മൾ മാക്സിമം എത്ര നമുക്ക് സെഷൻ 1ൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റുമോ അത് നമ്മൾ വാങ്ങിക്കണം. അതുകൊണ്ട് നിങ്ങൾ റീസണിങ്ങിന് പ്രാധാന്യം കൊടുക്കണം. അല്ലാതെ GK ഇംഗ്ലീഷും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ല. GKക്ക് ഇംഗ്ലീഷിനുമാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പക്ഷേ റീസണിങ്ങിന് മാത്സിന് നിങ്ങൾ കൊടുക്കണ്ട എന്ന് വിചാരിക്കരുത്. കാരണം നമുക്കൊരു ടൈ വന്നാൽ വീണ്ടും സെഷൻ 1ലെ മാർക്കാണ് അവർ പരിഗണിക്കുന്നത്. അതോടൊപ്പം സെഷൻ 1ൽ നമ്മൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ വേണം. അപ്പോൾ റീസണിങ്ങിന് അവിടെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന പോലെ റീസണിങ് 20 ക്വസ്റ്റ്യൻ 60 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ ആ 20 ക്വസ്റ്റ്യൻ, അതായത് 60 നമ്മൾ എന്ത് ചെയ്യാൻ നോക്കണം? 60 നമ്മൾ സ്കോർ ചെയ്യാനായിട്ട് നോക്കണം. റീസണിങ്ങിൻ്റെ കാര്യമാണ് 60. അതായത് നിങ്ങൾ ആ ഫസ്റ്റ് സെഷൻ മാത്സിന് നിങ്ങൾക്ക് നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. 120 ഔട്ട് ഓഫ് 120 എന്നുള്ളൊരു ടാർഗറ്റ് വെച്ചാണ് നിങ്ങൾ പഠിക്കുക സെഷൻ 1ൽ. കാരണം നമുക്ക് ഒത്തിരി കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ ഒരു മാത്സ് റീസണിങ് പാർട്ടിൽ നിന്ന് വരാറില്ല. കാരണം ഇംഗ്ലീഷ് GK ആണ് റാങ്ക് നിർണ്ണയിക്കുന്നത് കൊണ്ട് അവർ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് മാത്സ് റീസണിങ്ങിന് ഇടുന്നത്. അപ്പോൾ നിങ്ങളത് ഫുൾ മാർക്ക് തന്നെ എന്ത് ചെയ്യുക? സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ദിശ അക്കാഡമി SSC MDSന് വേണ്ടി ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം MDSൻ്റെ സിലബസിനനുസരിച്ചുള്ള ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളായിട്ട് തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി ചിലർക്ക് ജോലി തിരക്കുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നവർ അങ്ങനെയുള്ളവരാണെങ്കിൽ ആ ക്ലാസ്സുകൾ തന്നെ, ലൈവായിട്ട് എടുക്കുന്ന ക്ലാസ്സുകൾ തന്നെ നമ്മൾ റെക്കോർഡറായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ടൈമിനനുസരിച്ച് അത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അതോടൊപ്പം നിങ്ങൾ ദിശ ആപ്പ് വഴിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദിശ ആപ്പ് വഴിയാണ്. അപ്പോൾ ആ ദിശ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് SSCയുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിന് ആക്സസ് കിട്ടുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും അതേപോലെ നോട്ടുകളും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഒരു കോഴ്സിനാണ് നമ്മൾ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഇതിന് താല്പര്യമുള്ളവർ, അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് MDSനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം, അങ്ങനെ ആഗ്രഹമുള്ളവർ നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതേപോലെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നല്ല അവസരമാണ്. 10ാം ക്ലാസ് അടിസ്ഥാനമാക്കി യോഗ്യതയുള്ളൊരു എക്സാം ആയതുകൊണ്ട് തന്നെ ഓക്കെ, നിങ്ങളെല്ലാവരും ഒരു പക്ഷേ ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എക്സാം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കാതിരിക്കുക.
ഓക്കെ, അപ്പോൾ ദിശ ആപ്പ് വഴി നമ്മൾ ആ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിനി MDSന്റെ റീസണിങ്ങിൻ്റെ സിലബസ് ആണ് ഞാൻ പറഞ്ഞത്. റീസണിങ്ങിൻ്റെ സിലബസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാക്കിയുള്ള SSC എക്സാമിന് കാണുന്ന പോലുള്ള സിലബസ് തന്നെയാണ്. അനലോഗി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് സിമിലാരിറ്റി, അതായത് രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി വെച്ചിട്ട് അടുത്ത ആളിനെ കണ്ടുപിടിക്കുന്ന ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അനലോഗിക്കകത്ത് വരുന്നത്. ദെൻ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അവിടെ ആൽഫബറ്റ് കോഡിംഗ് ഉണ്ട്, നമ്പർ കോഡിംഗ് ഉണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ആണ് കോഡിംഗ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ദെൻ സീരീസ് പറയുമ്പോൾ നിങ്ങൾക്ക് ആൽഫബറ്റുള്ള നമ്പർ ഉണ്ട്. അതേപോലെ നിങ്ങൾ സിലബസ് നോക്കിയാണെങ്കിൽ കണ്ടു കാണും ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറഞ്ഞൊരു കാര്യമോടെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആൽഫ ന്യൂമറിക് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഇടുന്നുണ്ട്. അപ്പോൾ ആൽഫ ന്യൂമറിക് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ കുറച്ച് ആൽഫബറ്റുകൾ കാണും, നമ്പർ കാണും, അതിൻ്റെ ഒരു മിക്സ് ആയിരിക്കും. ചിലപ്പോൾ സിമ്പിൾസോടെ കാണും. അപ്പോൾ അതിനകത്ത് 6th ഫ്രം ദ ലെഫ്റ്റ് ആരാ, 2nd ഫ്രം ദ റൈറ്റ് ആരാ, അവർക്കിടയിൽ എത്ര പേരുണ്ട്, അങ്ങനെയുള്ളൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ആൽഫ ന്യൂമറിക് സീരീസിനകത്ത് വരുന്നത്. ഓക്കെ, അല്ലാതെ നമുക്ക് ആൽഫബറ്റ് സീരീസ് നമ്പർ സീരീസ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ആൽഫബറ്റ് നമ്പർ മിക്സഡ് ആയിട്ടുള്ള അത് വേറെ ടൈപ്പ് സീരീസ് ക്വസ്റ്റ്യനും ഉണ്ട്. അത് കൂടാതെ നമുക്ക് ആൽഫ ന്യൂമറിക് തന്നെ നമ്മുടെ സിലബസിൽ ഒരു പോർഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. ദെൻ ഡയറക്ഷൻ നിങ്ങൾക്കറിയാം, ഡയറക്ഷൻ. ദെൻ കലണ്ടർ ആൻഡ് ക്ലോക്ക്, അതേപോലെ പ്രോബ്ലം സോൾവിങ് ആൻഡ് അനാലിസിസ്. സിലബസ് നോക്കിയാലാണ് അങ്ങനെ ഒരു സംഭവം കണ്ടു കാണും. അപ്പോൾ പ്രോബ്ലം സോൾവിങ് ആൻഡ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു പ്രോബ്ലം തരും, അപ്പോൾ അതിന് കുറച്ച് സൊല്യൂഷൻസ് തരും. അപ്പോൾ ഇതിൽ ഏതൊക്കെ സൊല്യൂഷൻസ് ആണ് ഇതിന് ബെസ്റ്റ് ആയിട്ടുള്ളത്, നമ്മൾ അതിന് കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ള ഒരു രീതിയിൽ, കോഴ്സ് ഓഫ് ആക്ഷൻ എന്നുള്ള രീതിയിലാണ് നമുക്കത്. വേറെ എക്സാമിനൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പ്രോബ്ലം തന്നിട്ട് അതിൻ്റെ കുറേ കോഴ്സ് ഓഫ് ആക്ഷൻ തരും. അപ്പോൾ ഇതിൽ ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ ആണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കത് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് കൺക്ലൂഷൻ, സ്റ്റേറ്റ്മെൻറ്റ് അസംഷൻ, അങ്ങനെ നമ്മുടെ ഒരു അനലിറ്റിക്കൽ റീസണിങ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ സിലോജിസം ഉണ്ട്, ബ്ലഡ് റിലേഷൻ ഉണ്ട്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഏജ് കാൽക്കുലേഷൻ. ഓക്കെ, സാധാരണ ഏജ് കാൽക്കുലേഷൻ നമ്മൾ മാത്സിനകത്താണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് റീസണിങ്ങിനകത്തും ഏജ് കാൽക്കുലേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് സിലബസിനകത്ത് ഓൾറെഡി അവർ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഏജ് കാൽക്കുലേഷൻ, അപ്പോൾ അത് ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് കാര്യം മനസ്സിലാവും. മാത്സിനകത്ത് നമ്മൾ അല്ലാതെ ഏജ് കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് തന്നെയാണ് ഇത് ലോജിക്ക് വെച്ച് നമ്മൾ ഇച്ചിരി സിമ്പിളായിട്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് റീസണിങ്ങിനകത്ത് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത അവർ നോൺ വെർബൽ റീസണിങ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ നോൺ വെർബൽ റീസണിങ് എന്ന് പറയുമ്പം അതിനകത്ത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്വസ്റ്റ്യനകത്ത് വിശദമായിട്ട് എല്ലാം ഒന്നും പറയില്ല. ജസ്റ്റ് അത് ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കിപ്പോൾ ഡൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ കൂടുതൽ കാര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എന്താണെന്ന് ചോദിക്കുക. ഇപ്പോൾ ഒരു ബ്ലഡ് റിലേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ എടുത്താൽ അവിടെ പറയും ഇന്ന ആളുടെ ഫാദറാണ്, ഫാദറിൻ്റെ മദറാണ്, ബ്രദറാണ്, അങ്ങനെ എല്ലാം വിശദമായിട്ട് പറയും. പക്ഷെ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതൽ എക്സ്പ്ലനേഷൻസ് ഇല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ് ഒരു പോർഷൻസിനെയാണ് നമ്മൾ നോൺ വെർബൽ റീസണിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്നതാണ് ഡൈസ്, മിറർ ആൻഡ് വാട്ടർ ഇമേജ്, ദെൻ ഫിഗർ ബേസ്ഡ് എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പല ടൈപ്പ് കാര്യങ്ങളുണ്ട്. ഫിഗർ ബേസിനകത്ത് തന്നെ ഹിഡൻ ഫിഗർ ഉണ്ട്, ഫിഗർ ഫോൾഡിംഗ് ഉണ്ട്, എംബഡഡ് ഫിഗർ ഉണ്ട്. അങ്ങനെ തന്നെ എംബഡഡ് തന്നെയാണ് ഹിഡൻ ഫിഗർ ഫോൾഡിംഗ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഫിഗറിനകത്ത് തന്നെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ സിലബസിൽ കാണിച്ചതെല്ലാം നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ദിശ ആപ്പ് വഴി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടവർക്ക് ദിശ ആപ്പ് വഴിയും നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ MDS നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും ദിശ അക്കാഡമിയുടെ ഭാഗത്തു നിന്നുണ്ടാവും. അപ്പോൾ റീസണിങ്ങിൻ്റെ ഒരു സിലബസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഏത് എക്സാമിനും പ്രിപ്പയർ ചെയ്യേണ്ട ഒരു രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് റീസണിങ്ങിനെന്നല്ല, മാത്സിനെന്നല്ല, SSCയുടെ ഏത് എക്സാമിനായാലും ഒരു പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ്. ആദ്യം അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി റീസണിങ്ങിൻ്റെ സിലബസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് മാത്സിനായാലും GK ആയാലും എന്തായാലും എന്ത് ചെയ്യുക, അതിൻ്റെ സിലബസ് കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, ഇനി ആ സിലബസിനനുസരിച്ചുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. ഓക്കെ, ഏറ്റവും ഉചിതമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ബുക്സായിട്ട് പറയുകയാണെങ്കിൽ, ബുക്സായിട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റീസണിങ്ങിന് സജസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് MDS 2024 എന്ന് പറഞ്ഞ് പിന്നക്കിളിൻ്റെ ഒരു ബുക്കുണ്ട്. പിന്നക്കിളിൻ്റെ റീസണിങ്ങിന് മാത്രമായിട്ടുള്ള ബുക്കാണ്. MDS റീസണിങ്ങിൻ്റെ മാത്രമായിട്ടുള്ളൊരു ബുക്കുണ്ട് പിന്നക്കിളിൻ്റെ. ഓക്കെ, അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ
MDS എന്ന് പറഞ്ഞ് നമുക്ക് കിരൺ പബ്ലിക്കേഷൻസിൻ്റെയും ഒരു ബുക്ക് അവൈലബിൾ. കിരൺ പബ്ലിക്കേഷൻസിൻ്റെ തന്നെ 2 ബുക്കുകൾ അവൈലബിൾ ആണ്. ഒന്നിനകത്ത് 2023 MDSൻ്റെ റീസണിങ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തൊരു ബുക്കും ഇനി 2022 വരെയുള്ള TCSൻ്റെ MDSൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തൊരു ബുക്കും. അങ്ങനെ 2 ബുക്കും ഉണ്ട്. അതിൻ്റെ പ്രൈസിനകത്തൊരു വ്യത്യാസം കൂടുതൽ വരും. നമ്മൾ ആ 2022 വരെയുള്ള എല്ലാ പേപ്പറും ചെയ്തതിന് പ്രൈസ് കുറച്ച് കൂടുതൽ വരുമെന്നുള്ളൂ. അങ്ങനെ കിരൺ പബ്ലിക്കേഷൻസിൻ്റെ തന്നെ 2 ബുക്കുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ MDSനല്ല റീസണിങ്ങിന് നിങ്ങൾ SSCയുടെ എല്ലാ എക്സാമുകൾക്കുമായിട്ട് റീസണിങ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പിന്നക്കലിൻ്റെ തന്നെ SSC റീസണിങ്, അതായത് എല്ലാം SSCയുടെ നമുക്ക് CGL CHSL എല്ലാത്തിനും പഠിക്കാവുന്ന രീതിയിലുള്ള പിന്നക്കലിൻ്റെ തന്നെ ബുക്കുണ്ട്. നിങ്ങളിനി ഭാവിയിൽ ബാക്കിയുള്ള എക്സാമുകളൂടെ നോക്കുന്നവരാണെങ്കിൽ അത് വാങ്ങിക്കുന്നതാണ് ഉചിതം. ഓക്കെ, നമുക്ക് ഇത് വാങ്ങിച്ചാൽ നമുക്ക് MDSൻ്റെ ക്വസ്റ്റ്യൻസേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ CGL CHSL അങ്ങനെയല്ല, SSCയുടെ എല്ലാ എക്സാമുകളും നോക്കുന്നവരാണെങ്കിൽ ഈ ഒരു ബുക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഓക്കെ, അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബുക്കുകൾ മാത്രമല്ല അല്ലാതുള്ള നമുക്ക് നെറ്റ് വഴി ഇൻ്റർനെറ്റ് വഴി അവൈലബിൾ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ടെലഗ്രാം ചാനൽസ് ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മുടെ ദിശയുടെ ടെലഗ്രാം ചാനലുണ്ട്. അതോടൊപ്പം തന്നെ ഫേമസ് ആയിട്ടുള്ള SSCയുടെ തന്നെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല ടെലഗ്രാം ചാനലുണ്ട്. അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് RB എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനൽ ഉണ്ട്. അതേപോലെ കറൻറ്റ് മുണ്ട്, ഇങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന സോഴ്സുകളെല്ലാം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ദിശ അക്കാഡമിയുടെ തന്നെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ അതിലെല്ലാം നമ്മൾ നോട്ട്സും കാര്യങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇപ്പം നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസിന് ക്ഷാമമില്ല. ഇഷ്ടംപോലെ സോഴ്സുകളാണ്, അതും ഫ്രീ സോഴ്സുകളാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളൊരു ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തു ദെൻ എന്ത് ചെയ്യുക, ടോപ്പിക് വൈസായിട്ട് ഇവയെ പഠിക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഓരോ ടോപ്പിക് വൈസായിട്ടാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. അപ്പോൾ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ അപ്പോൾ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുന്നു. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈ പിന്നക്കലിൻ്റെ ബുക്ക് നമുക്ക് ചാപ്റ്റർ വൈസായിട്ടാണ് അതിനകത്ത് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു അനലോഗി എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുന്നു. ഓക്കെ, ദെൻ ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള നോട്ട് വെച്ച് നമ്മൾ നോക്കുന്നു. അങ്ങനെയെല്ലാം നമ്മൾ ആ ഒരു ടോപ്പിക് വൈസായിട്ട് ആദ്യം എന്ത് ചെയ്യുക, ടോപ്പിക് വൈസായിട്ട് എല്ലാം നമ്മൾ അങ്ങനെ കവർ ചെയ്ത് പോവാം. അങ്ങനെ ടോപ്പിക് വൈസായിട്ട് എല്ലാം കവർ ചെയ്തതിന് ശേഷം ഓക്കെ, എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ടോപ്പിക് വൈസായിട്ട് കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യേണ്ട അടുത്തൊരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പിന്നേക്കലിനകത്ത് എനിക്ക് തോന്നുന്നു അതിനകത്ത് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF നമുക്ക് അല്ലാതെ തന്നെ ഓൺലൈനിൽ കിട്ടും. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ നോക്കുക. എന്നാലും നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. മനസ്സിലായി, പഠിച്ചത് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത്. ആ എക്സാമിന് നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം, ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കണം, അല്ലെങ്കിൽ അത് ഒന്നുകൂടെ ചെയ്ത് നോക്കണം. ഓക്കെ, ദെൻ റിവിഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ നോക്കി, പിന്നെ അതുമായിട്ട് ടച്ച് ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അത് പിന്നെ നോക്കാതെ പിന്നെ എക്സാമിന് തലേന്ന് വീണ്ടും എടുത്ത് നോക്കാൻ നിന്നാൽ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, മറന്നുപോകും. അപ്പോൾ റിവിഷൻ എന്നുള്ളത് നിങ്ങളുടെ ഒരു രീതിക്ക് അനുസരിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക. ചിലപ്പോൾ ആഴ്ചയിൽ റിവൈസ് ചെയ്യുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ 3-4 ദിവസം കൂടിയിരിക്കുമ്പോൾ റിവൈസ് ചെയ്യുന്നവരുണ്ടാകും. അത് നിങ്ങളുടെ ഒരു സ്കിൽ അനുസരിച്ചാണ്. അപ്പോൾ എന്തായാലും റിവിഷൻ എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറക്കാതെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത്. ആ റിവിഷൻ നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ആ കാര്യങ്ങളൊക്കെ മറന്നു, പഠിച്ച കാര്യങ്ങൾ നമുക്ക് പ്രയോജനമില്ലാതായിപ്പോൾ. റിവൈസ് ചെയ്യുമ്പം നമ്മൾ ഇപ്പോൾ റീസണിങ്ങിനെ സംബന്ധിച്ചാണെങ്കിൽ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു കാര്യം, നേരത്തെ പഠിച്ച കാര്യം റിവൈസ് ചെയ്യുമ്പം നമ്മൾ കുറച്ചും കൂടെ ചെയ്യാനുള്ള നമ്മുടെ ഒരു സ്പീഡ് കൂടും, സ്കില്ല് കൂടും. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും നമുക്ക് ആ എക്സാമിന് ആ ഒരു ടൈമിനുള്ളിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? അതേപോലെ അടുത്തൊരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോക്ക് ടെസ്റ്റിനാണെങ്കിൽ നമുക്ക് ആപ്പുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, ഇപ്പോൾ ദിശയുടെ ആപ്പിനകത്ത് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി അതല്ലാതെ നിങ്ങൾ ആപ്പുകൾ എടുക്കുന്നവരാണ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് എന്നൊരു ആപ്പുണ്ട്. ഓക്കെ, ഒലിവ് ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത് പെയ്ഡാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് പെയ്ഡായിട്ടുള്ള നമ്മുടെ MDSൻ്റെ ആണെങ്കിൽ MDSൻ്റെ തന്നെ പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള മോക്ക് ടെസ്റ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്തറിയാൻ പറ്റും, നിങ്ങൾക്ക് ആ ടൈമിനുള്ളിൽ
അത് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയും ഞാനീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ റീസണിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്കത് ആ ഒരു എക്സാം, നിങ്ങൾ ഏത് എക്സാം ആണോ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ആ റീസണിങ്ങിൻ്റെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ സിലബസ് പറഞ്ഞു. ഓക്കെ, ഇതന്നെ എങ്ങനെ നമുക്ക് പ്ലാൻഡായിട്ട് പഠിക്കാമെന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക. അതാ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നമ്മുടെ ദിശ അക്കാഡമിയുടെ ആപ്പ് വഴിയുള്ള പെയ്ഡായിട്ടുള്ള കോഴ്സിൻ്റെ കാര്യം. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും അത് ജോയിൻ ചെയ്യുക. ഈ വട്ടത്തെ NDS നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു.